ഭാര്യ പറയുമ്പോ, കുടുംബക്കാര് പറയുമ്പോ എത്ര പ്രയാസം വന്നാലും അൽഹംദുലില്ലാഹ്, എത്ര സങ്കടം വന്നാലും അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട ഫത്ഹുൽ മൂസിലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം എന്റെ പ്രിയപ്പെട്ട പ്രവാസികൾ പഠിച്ചുകൊള്ളുക. സൂഫി നവോമണ്ഡലത്തിലെ പ്രകാശഗോളമേ ഫത്ഹുൽ മൂസിലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം തന്റെ അനുചരന്മാരോട് പറഞ്ഞതെന്തെന്നറിയോ? എനിക്ക് അല്ലാഹു തന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ? എനിക്ക് അല്ലാഹു തന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ? ഒരു സ്വാലിഹത്തായ ഭാര്യ എനിക്ക് അല്ലാഹു തന്നതാണ്. ഒരു സ്വാലിഹത്തായ ഭാര്യ എനിക്ക് അല്ലാഹു തന്നതാണ്. ഫത്ഹുൽ മൂസിലി പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഭാര്യ വർഷങ്ങളോളം കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി. അവൾക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അല്ലാഹു ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ മക്കളെ നോക്കാനുള്ളവരാണ്, അവരെ പഠിപ്പിക്കാനുള്ളവരാണ്, അവർക്ക് സന്തോഷം കൊടുക്കാനുള്ളവരാണ്. അവർക്ക് മാരക രോഗം കൊടുക്കല്ല അല്ലാ, അവർക്ക് മാരക രോഗം കൊടുക്കല്ല അല്ലാ. ഫത്ഹുൽ മൂസിലി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ഭാര്യയുടെ ശരീരം നിറച്ച് വ്രണങ്ങൾ വന്നു. അവൾക്ക് നടക്കാൻ കഴിയുന്നില്ല. കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനമാണ്. തളർന്നു പോയ ശരീരവുമായി കിടക്കുന്ന ഭാര്യയുടെ അരികിലേക്ക് ഒരു ദിവസം ഞാൻ ചെന്നു. എനിക്ക് കരച്ചിൽ വന്നു. എന്റെ ഭാര്യയെ കണ്ടപ്പോ എനിക്ക് കരച്ചിൽ വന്നു. ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് തേങ്ങി കരഞ്ഞപ്പോ ഫലഹിക്കത്ത് എന്റെ പ്രിയപ്പെട്ട ഭാര്യ പുഞ്ചിരിച്ചു പോയി. ഞാൻ ആ പെണ്ണിനോട് ചോദിച്ചു, നിനക്ക് വേദനയില്ലേ? നിനക്ക് വേദനയില്ലേ? നിന്റെ ശരീരം ഇങ്ങനെ രോഗം കൊണ്ട് അല്ലാഹു കഷ്ടപ്പെടുത്തുമ്പോ പെണ്ണേ നിനക്ക് വേദനയില്ലേ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന ജിദ്ദയുടെ ഓഡിറ്റോറിയത്തിന്റെ ഒരു ഭാഗത്ത് നിറഞ്ഞിരിക്കുന്ന സ്ക്രീനിലൂടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സ്നേഹസമ്പന്നരായ പെങ്ങളെ, സ്നേഹസമ്പന്നരായ പെങ്ങളെ, അല്ലാഹു ആരോഗ്യം തന്നില്ലേ? അല്ലാഹു ആഫിയത്ത് തന്നില്ലേ? അല്ലാഹു സുഖം തന്നില്ലേ? അല്ലാഹു ജീവിതത്തിൽ ഐശ്വര്യം തന്നില്ലേ? അതിന് പകരം നിന്റെ പടച്ചവൻ എന്തു കൊടുത്തു പെങ്ങളെ? എന്തു കൊടുത്തു പെങ്ങളെ? ഈ പ്രിയപ്പെട്ട സഹോദരൻ ഫത്ഹുൽ മൂസിലി പറയുകയാണ്, എന്റെ ഭാര്യ എന്നോട് പറയുന്നു, നിനക്ക് വേദനയില്ലേ പെണ്ണേ എന്ന് ഞാൻ ചോദിച്ചപ്പോ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഈ രോഗവും ഈ കഷ്ടപ്പാടും എനിക്ക് തരുമ്പോൾ അതിൽ ഞാൻ സഹിക്കുന്നത് കൊണ്ട് എനിക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമുണ്ടല്ലോ. ലസാലത്തു അൻ ഖൽബി ഖറാറത്തുൽ വജ്ഇ, എനിക്ക് അല്ലാഹു ഈ രോഗത്തിന് പകരം തരുന്ന പ്രതിഫലത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ എന്റെ മനസ്സിന്റെ സങ്കടം മാറുകയാ, എന്റെ മനസ്സിന്റെ നൊമ്പരം മാറുകയാ. എന്റെ ജിദ്ദയിൽ വന്ന പ്രവാസികളെ, ഇന്നിവിടുന്ന് ദുആ ചെയ്ത് പിരിയുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു ദുആ ഇൻഷാ അല്ലാഹ് പഠിപ്പിച്ചു തരാൻ പോവുകയാണ്. ഒരു ദുആ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. മുത്ത് റസൂൽ ചൊല്ലാൻ പറഞ്ഞ ഒരു ദുആ. കഷ്ടപ്പാടിന്റെ നെരിപ്പോടിന്റെ നൊമ്പരത്തിന്റെ സങ്കടത്തിന്റെ പടിയിലേക്ക് കാലെടുത്ത് വെക്കേണ്ടി വരുന്ന പ്രവാസികളെ, ജിദ്ദയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹവ്വാ ബീവിയുടെ ഓർമ്മകൾ, ആദം അലൈഹിസ്സലാമിന്റെ ഓർമ്മകൾ ജിദ്ദയുടെ മണ്ണിനെ പുളകം കൊള്ളിക്കുമ്പോ അവിടെ ചവിട്ടി നിൽക്കാൻ അല്ലാഹു ഭാഗ്യം തന്നവരെ, അല്ലാഹു ഭാഗ്യം തന്നവരെ. മുത്ത് റസൂൽ വകാന യഖൂലു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദൽ കർബ്, ഒരു ബുദ്ധിമുട്ടിന്റെ സമയത്ത്, ഒരു രോഗത്തിന്റെ സമയത്ത്, ഒരു പ്രയാസത്തിന്റെ സമയത്ത്, ഒരു പ്രതിസന്ധിയുടെ സമയത്ത് ബഹുമാനപ്പെട്ട മുത്ത് റസൂൽ ഒരു ദുആ ചൊല്ലിയിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ദുആ ചൊല്ലിയിരുന്നു. ആ ദുആ നിങ്ങൾ ചൊല്ലണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരുന്നു. ഭാര്യമാരോട് ചെല്ലാൻ പറയലല്ല, പ്രവാസികളെ നിങ്ങൾ ചൊല്ലുക, ചെറുപ്പക്കാരാ നിങ്ങൾ ചൊല്ലുക, ഗൾഫുകാരാ നിങ്ങൾ ചൊല്ലുക. ആ ദുആ കൊണ്ട് അല്ലാഹു നിങ്ങൾക്കൊരു വലിയ നേട്ടമാണ് തരുന്നത്, ഒരു വലിയ നേട്ടമാണ് തരുന്നത്. നമുക്കൊരു രോഗം അല്ലാഹു തരാതിരിക്കാനും ഒരു പ്രതിസന്ധി അല്ലാഹു തരാതിരിക്കാനും 20 വർഷത്തിന് ശേഷം ഒരു കുഞ്ഞുണ്ടായി. ഉസ്താദേ, ഒരു പെങ്ങള് പറഞ്ഞതാണ്, 20 വർഷത്തിന് ശേഷം ഒരു കുഞ്ഞുണ്ടായി. 5 മാസമാണ് ആ പ്രിയപ്പെട്ട കുഞ്ഞിന് എന്റെ മാറിനോട് ചേർന്ന് കിടക്കാൻ അവസരം കിട്ടിയത്. ആ പ്രിയപ്പെട്ട കുഞ്ഞ് മരണപ്പെട്ടു പോയി. വീണ്ടും ഒരു 4 വർഷം ഞാൻ പൊട്ടിക്കരഞ്ഞു, അല്ലാഹുവേ വീണ്ടും ഒരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹിച്ചു. 4 വർഷം കഴിഞ്ഞപ്പോ
അല്ലാഹു തന്ന കുഞ്ഞുണ്ടല്ലോ, മക്കളെ മടിയിലിരുത്തിയിട്ട് ആ മക്കൾക്ക് മുത്തം കൊടുക്കുന്ന പ്രവാസികളെ, ആ മക്കൾക്ക് മുത്തം കൊടുക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 4 വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു മോളെ എനിക്ക് അല്ലാഹു തന്നു. ഉസ്താദൊന്ന് വരുവോ? ആ വാഹനത്തിൽ എന്റെ പൊന്നുമോളെ ഞാൻ കെട്ടിയിട്ടിരിക്കുകയാണ്. 2 കൈയും 2 കാലും കെട്ടിയിട്ടൊരു 11 വയസ്സുകാരി. സംസാരിക്കാൻ അറിയില്ല, സ്നേഹിക്കാൻ അറിയില്ല, ഉമ്മയാരെന്നറിയില്ല, ഉപ്പയാരെന്നറിയില്ല, ആരോടും ബന്ധപ്പെടില്ല, ആരോടും സ്നേഹമില്ല. കൈ അഴിച്ചു വിട്ട സീറ്റ് വലിച്ചു കീറുകയാണ്, കയ്യിൽ കിട്ടുന്നതൊക്കെ എടുത്തെറിയുകയാണ്. ആരോടും ഒരു മഹബത്തില്ലാത്ത മനസ്സ്. ആ പ്രിയപ്പെട്ട ഉമ്മ പറയുന്നു, എന്റെ പൊന്നുമോള് എന്നെ ഉമ്മ എന്ന് വിളിച്ചിട്ടില്ല, എന്നെ ഉമ്മ എന്ന് വിളിച്ചിട്ടില്ല. എന്റെ മുഖത്ത് നോക്കിയിട്ട് എന്റെ 11 വർഷം കൊണ്ട് എന്റെ പൊന്നുമോൾക്ക് ഞാനാണ് മലമൂത്ര വിസർജനം കഴിഞ്ഞ് കഴുകി കൊടുക്കുന്നത്, ഞാനാ കുളിപ്പിച്ചു കൊടുക്കുന്നത്, ഞാനാ ഭക്ഷണം വാരി കൊടുക്കുന്നത്. എനിക്ക് സഹിക്കാൻ വയ്യ ഉസ്താദേ. ഒരു 3-4 മാസം കഴിയുമ്പോ എന്റെ പൊന്നുമോൾക്ക് ആർത്തവരക്തം പുറപ്പെടുമെന്ന് കൊല്ലത്തെ ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. എന്റെ പൊന്നുമോള് കാമക്കണ്ണുകളുമായി കഴിയുന്ന കേരളത്തിന്റെ തിരുവോരത്തിലേക്ക് എന്റെ പൊന്നുമോളെ പറഞ്ഞു വിടാൻ എനിക്ക് പേടിയാണ്. നോക്കാനാളില്ല, നോക്കാനാളില്ല. അതുകൊണ്ട് ഉസ്താദേ, നിങ്ങൾ പോകുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന മജ്‌ലിസിൽ എന്റെ പൊന്നുമോളെ ഒന്ന് മരിപ്പിക്കണേ എന്ന് നിങ്ങളൊന്ന് ദുആരക്കണേ, നിങ്ങളൊന്ന് ദുആരക്കണേ. സമാധാനിപ്പിക്കാൻ വാക്കുകളില്ലാതെ കുഴഞ്ഞുപോയ എന്റെ പ്രിയപ്പെട്ടവരെ, സമാധാന വാക്ക് പറയാൻ എന്റെ കയ്യിലൊന്നുമില്ല. ഹദീസ് പറയുമ്പോ, ആയത്ത് പറയുമ്പോ പെങ്ങള് പൊട്ടിക്കരയുകയാണ്. 11 വർഷം കൊണ്ട് നോക്കുകയാണ്. ഇനി എനിക്ക് എന്റെ പൊന്നുമോളെ വേണ്ട, ആ പൊന്നുമോള് മരിക്കണമെന്ന് നിങ്ങളൊന്ന് ദ്വാരക്കണം. അല്ലാഹുവേ, ആ ഒരു ഗതികേട് ഞങ്ങൾക്ക് തരല്ലേ അല്ലോ, ആ ഒരവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ, ആ ഒരവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ, ആ ഒരവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ രോഗം മാറണേ അല്ലാ, ഞങ്ങളുടെ മക്കൾക്ക് അങ്ങനെ ഒരു അവസ്ഥ കൊടുക്കല്ലേ അല്ലാ, ഞങ്ങളുടെ മക്കളെ കഷ്ടപ്പെടുത്തല്ലേ അല്ലാ. ജിദ്ദയിൽ വന്ന ബിസിനസ്സുകാരെ, കച്ചവടക്കാരെ, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ ജീവിക്കുന്നവര്, ഒരു കാര്യം നിങ്ങളോട് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ, ഒറ്റ കാര്യം ഞാനൊന്ന്